ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും ദുഃഖാന തിരുനാളിൻ്റെ മംഗളാശംസകൾ നേരുന്നു. ഭാരതത്തിലെ ക്രൈസ്തവ സഭയുടെ സ്ഥാപകനും യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളുമായ തോമാസ് സ്ലീഹായുടെ ഓർമ്മ തിരുനാൾ ആചരിക്കുന്ന ഈ ദിവസം വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുമാർഗം വേറെ, ക്രൈസ്തവ മതം വേറെ. ഇന്നത്തെ ചിന്താ വിഷയം ഇതിനെക്കുറിച്ചാണ്. ക്രിസ്തുമാർഗം സ്വീകരിച്ചവർ എല്ലാവരും തന്നെ ക്രൈസ്തവ മതം സ്വീകരിച്ചവർ ആയിരിക്കണം എന്നില്ല. ക്രൈസ്തവ മതം സ്വീകരിച്ചവർ എല്ലാവരും തന്നെ ക്രിസ്തുമാർഗം പിന്തുടരുന്നവരും അല്ല. ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുകയും നിലനിൽക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുമാർഗത്തിലൂടെ ജീവിക്കുന്ന വ്യക്തികൾ ആരാണോ അവരാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നത്. മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇത്. അതായത് മാമോദീസ സ്വീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്വീകരിക്കാതെയോ ഏതൊരു വ്യക്തിക്കും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുമാർഗം പിന്തുടരുകയും ചെയ്യാം. എന്നാൽ ഒരു വ്യക്തി ക്രൈസ്തവ മതത്തിൻ്റെ ഭാഗമാകണം എങ്കിൽ ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും തിരുസഭയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും സഭാപിതാക്കളെയും സഭാ നിയമങ്ങളെയും അനുസരിച്ചുകൊണ്ടും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഒരു ഇടവക സമൂഹത്തിൻ്റെ അംഗമായോ ഒരു കൂട്ടായ്മയുടെ ഭാഗമാവുകയോ ചെയ്താൽ മാത്രമേ ആ വ്യക്തി ക്രൈസ്തവ മതത്തിൽപ്പെട്ടവനാണ് എന്ന് പൂർണ്ണമായി പറയുവാൻ സാധിക്കുകയുള്ളൂ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയുകയാണ്, ഡാ നീയൊക്കെ അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്ത്യാനി ആയതല്ലേ? ഞാനൊക്കെ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവപൈതലാ, നിന്റെ പോലെയല്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയും കർത്താവ് സുവിശേഷ പ്രഘോഷണത്തിനായി വിളിക്കപ്പെട്ടവരും തമ്മിൽ ഇപ്പറഞ്ഞ ഡയലോഗിൽ ആണ് മാറ്റം വരേണ്ടത് ഇനിയുള്ള കാലത്ത്. ഇതാണ് പാരമ്പര്യ വിശ്വാസവും ക്രിസ്തു മാർഗം സ്വീകരിച്ചവരും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ വിശ്വസിക്കുവാനുള്ള കൃപയാണ് മുൻപുള്ള ക്രിസ്ത്യാനിക്കും ഇന്നലെ വന്ന ക്രിസ്ത്യാനിക്കും നാളെ വരാനുള്ള ക്രിസ്ത്യാനിക്കും ഉണ്ടാകേണ്ടത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതൽ വിശ്വാസ പ്രമാണ പ്രാർത്ഥനയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇടവകയുടെ അതിർത്തിയിൽ മാമോദീസ സ്വീകരിച്ച ഒരു യുവാവ് താമസിച്ചിരുന്നു. കൊറോണയൊക്കെ വരുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ് ഇത്. ഈ വ്യക്തി രോഗം വന്ന് മരണപ്പെട്ടു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വരികയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു വന്ന ഒരു നല്ല ക്രിസ്തു വിശ്വാസി മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മീയ പ്രേക്ഷിതനായിരുന്ന ഒരാൾ ഇടവക വികാരിയെ വന്ന് കാണുന്നു. അദ്ദേഹത്തെ പള്ളിയിൽ അടക്കം ചെയ്യണം, വീട്ടുകാർക്ക് സമ്മതമാണ്. അപ്പോൾ ഇടവക വികാരി പറഞ്ഞു, അതിന് അദ്ദേഹം നമ്മുടെ ഇടവകയിലെ അംഗമല്ലല്ലോ, ഇനി ഇവിടെ അടക്കം ചെയ്യുന്നതിന് എനിക്ക് വിരോധമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ മാമോദീസ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ മതി. വികാരിയെ ചെന്ന് കണ്ട് ആവശ്യമുന്നയിച്ച ആ വ്യക്തിക്ക് മരണപ്പെട്ട ആളുടെ മാമോദീസ സർട്ടിഫിക്കറ്റ് എവിടെയാണെന്നോ ആ വ്യക്തി മാമോദീസ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ എന്നോ ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ വിശ്വസിച്ചിരുന്ന മതാചാര പ്രകാരം അടക്കം ചെയ്യേണ്ടി വന്നു. ഇടവക വികാരിമാർ ഇത്തരം കാര്യങ്ങളിൽ യാതൊരു റിസ്ക്കും എടുക്കില്ല കേട്ടോ. ആര് മതം മാറി ക്രിസ്ത്യാനി ആയാലും ശരി, സഭയ്ക്ക് സഭയുടേതായ നിയമങ്ങൾ ഉണ്ട്. എവിടെ നിന്ന് ഏത് പള്ളിയിൽ നിന്നുമാണോ നിങ്ങൾ മാമോദീസ സ്വീകരിക്കുന്നത് ആ പള്ളിയിൽ നിന്നും മാമോദീസ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് താമസിക്കുന്ന സ്ഥലത്തെ പള്ളി വികാരിയെ കണ്ട് ആ ഇടവകയിൽ ചേർന്നാൽ മാത്രമേ ഇടവക അംഗങ്ങളുടെ ആത്മസ്ഥിതി പുസ്തകത്തിൽ പേര് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മാത്രമേ ക്രൈസ്തവ ആചാരപ്രകാരമുള്ള മതകർമ്മങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് വിശുദ്ധ കുർബാന കാണാം, വിശുദ്ധ കുർബാന സ്വീകരിക്കാം, വിശുദ്ധ കുമ്പസാരം വഴി പാപമോചനം നേടാം.
അതിനപ്പുറം സഭാ കൂട്ടായ്മയിൽ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ഇടവകയിൽ ചേർന്നാൽ മാത്രം പോരാ, ആ വ്യക്തിയുടെ ഭവനം സ്ഥിതി ചെയ്യുന്ന യൂണിറ്റിലോ കുടുംബ കൂട്ടായ്മയിലോ അംഗമാവുകയും ഒരേ മനസ്സോടെ ഇടവക കൂട്ടായ്മയുടെ വളർച്ചയിൽ പങ്കുകാരാവുകയും വേണം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു 25 വയസ്സിനോടടുത്ത് പ്രായമുള്ള ക്രിസ്തുമാർഗം സ്വീകരിച്ച ഒരു യുവാവ് ബൈബിൾ ബൈൻഡ് ചെയ്യുവാനായിട്ട് കൊണ്ടുവന്നു. അവനും അവൻ്റെ വീട്ടുകാരും ഉൾപ്പെടെ ഒത്തിരി വീട്ടുകാർ ക്രിസ്തുമാർഗം സ്വീകരിച്ച് കുർബാനയിലും പള്ളിയിലെ മറ്റു പരിപാടികളിലും പങ്കെടുക്കുന്നത് എനിക്ക് അറിവുള്ളതാണ്. പക്ഷേ ഇവരാരും ക്രൈസ്തവ മതത്തിൽ ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യം. കുടുംബ യൂണിറ്റിലോ ഇടവകയിലോ അംഗമല്ല. അതേക്കുറിച്ച് ഞാൻ അവനോട് ചോദിച്ചില്ല. വർഷങ്ങളായി ബൈബിളും മറ്റു ബുക്കുകളും ബൈൻഡിങ് നടത്തുന്നത് കൊണ്ട് ഒരു പുസ്തകം ഞാൻ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം അതിൻ്റെ ഉള്ളിൽ വല്ല കാർഡോ മറ്റ് കനമുള്ള വല്ല കടലാസുകളോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉണ്ടെങ്കിൽ ബുക്ക് തുറക്കാതെ തന്നെ എനിക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ചട്ട പൂർണ്ണമായും വിട്ടിട്ടുള്ള ആ ചെറിയ സമ്പൂർണ്ണ ബൈബിൾ ഞാൻ പിടിച്ച പാടെ അവനോട് ചോദിച്ചു, ഇതിനകത്ത് എന്താ ഉള്ളത്? അവൻ മിണ്ടിയില്ല. അതിനു മുമ്പ് കുറച്ച് നാൾ മുമ്പ് ഒരു ഭക്തയായ യുവതി, പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ഒന്നാമതായിട്ട് നിൽക്കുന്ന ഒരു ചേച്ചി ഒരിക്കൽ ബൈബിൾ ബൈൻഡ് ചെയ്യുവാനായിട്ട് കൊണ്ടുവന്ന് തന്നു. അതും ഇതുപോലെ മുഴച്ച് നിൽക്കുകയായിരുന്നു. ആ ചേച്ചിയുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ബൈബിൾ നിവർത്തി നോക്കിയപ്പോൾ കയ്യിൽ കെട്ടുന്ന കറുത്ത ചരടുകൾ, അതിൽ ചുരുങ്ങിയത് ഓരോ ചരടിലും 10ഓളം കടുംകെട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബൈബിൾ പേജ് ശരിക്ക് അടയ്ക്കാൻ പറ്റുമോ? ആ ചട്ട ഇന്ന് വിട്ടു പോവുകയും ചെയ്യും. അതേപോലെ വല്ലതും ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ യുവാവിനോട് ഞാൻ ചോദിച്ചത്, ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? അപ്പോൾ അവൻ പറയുകയാണ്, ബ്രദർ, അത് ആളുരൂപ 3 അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഞാനാകെ ഞെട്ടിപ്പോയി. ബൈബിളിൻ്റെ അകത്ത് ആളുരൂപം. ഞാൻ യുവാവിനോട് ചോദിച്ചു, നീ ഇത് ഇനി എന്താ ചെയ്യുക? ഈ സാധനം എനിക്ക് വേണ്ട, എനിക്കിത് ബൈബിൾ മാത്രം കിട്ടിയാൽ മതി, ഇത് നീ എന്നെ കൊണ്ടുപോക്കോ. അപ്പം അവൻ പറയാണ്, ഞാനിത് പള്ളിയുടെ ഭണ്ഡാരത്തിൽ ഇടാൻ വാങ്ങിച്ചതാ. കർത്താവേ, എന്തെല്ലാം നാം കേൾക്കണം. പള്ളിയുടെ ഭണ്ഡാരത്തിൽ ആളുരൂപം ഇടണം അത്രേ. ഞാൻ ചീത്ത പറഞ്ഞില്ല. മോനെ, നിന്നെ തന്നെയാണ് പള്ളിയുടെ ഭണ്ഡാരത്തിൽ ഇടേണ്ടത്, അല്ലാതെ ഈ കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ള ആളുരൂപം അല്ല. ഞാൻ വിശ്വാസത്തിൽ ആഴപ്പെടേണ്ടതിനെ കുറിച്ചുള്ള ചെറിയ 2 പുസ്തകം കൊടുത്തു അവന്. എന്നിട്ട് അവനോട് പറഞ്ഞു, മോനിത് വായിക്കേ, ഞാൻ അടുത്ത ആഴ്ച ബൈബിൾ ബൈൻഡിങ് ചെയ്തു വെക്കാം, അപ്പോൾ നീ വന്ന് വാങ്ങിച്ചോളൂ. അവൻ ആ ബൈബിളെ വാങ്ങാൻ വന്നില്ല. എൻ്റെ നല്ല 2 പുസ്തകവും കൂടാതെ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുക്കമായിട്ടുള്ള വേദപാഠ പുസ്തകവും അതോടെ പോയി കിട്ടി. പിന്നീട് പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ബൈബിൾ വാങ്ങാൻ വരുന്നില്ലേ? ആ ബൈബിൾ വേണ്ട, വേറെ പുതിയ ബൈബിൾ ഇന്ന ആൾ തന്നു. ഓക്കെ, ഈശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഏതൊരു വ്യക്തിക്കും ക്രിസ്തു മാർഗത്തിൽ ജീവിക്കാൻ സാധിക്കും. പക്ഷേ ക്രൈസ്തവ മതം സ്വീകരിച്ച് മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ കുറച്ചു പാടാണ്. ക്രിസ്തുമാർഗം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പൂർവിക മതത്തിലെ ആചാരങ്ങൾ ഉപേക്ഷിച്ച് കളയേണ്ടതാണ് പൂർണ്ണമായിട്ടും. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനാൽ നവീകരിക്കപ്പെട്ടതാണ്. മതമാറ്റം എങ്ങനെ ആണെന്ന് നമ്മൾക്ക് പരിശോധിക്കാം. ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 25 ഉറപ്പു നൽകുന്ന ഒരു പൗരനുള്ള മൗലിക അവകാശമാണ്. ഇന്ത്യയിലെ ഓരോ പൗരനും സമാധാനപരമായി അവരുടെ മതം ആചരിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും അവകാശമുണ്ട്. അതായത് ഒരു പൗരന് തൻ്റെ ആഗ്രഹം, വിശ്വാസം മുതലായവ അനുസരിച്ച് ഏത് മതവും സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. മതം മാറിയാൽ ഗവൺമെൻറ് സംബന്ധമായ എല്ലാ രേഖകളിലും മാറ്റം വരുത്തേണ്ടതും ആവശ്യമാണ്.
അത് സർക്കാർ ഗസറ്റിൽ അറിയിക്കേണ്ടതും ഉണ്ട്. സ്കൂൾ സർട്ടിഫിക്കറ്റിലും വില്ലേജ് രേഖകളിലും പേരും മതം മാറ്റത്തിനു ശേഷം മറ്റൊരു പേരും സ്വീകരിച്ചാൽ അത് ഭാവിയിൽ സർക്കാർ സംബന്ധമായ പല കാര്യങ്ങളിലും നിയമ തടസ്സം ഉണ്ടാക്കാൻ ഇടയുണ്ട്. ആയതിനാൽ മതം മാറുന്ന വ്യക്തികൾ പേര് കൂടി മാറ്റുമ്പോൾ ആയത് വിവരം സർക്കാർ രേഖകളിൽ കൂടിയും ഉൾപ്പെടുത്തേണ്ടത് ഉണ്ട്. റേഷൻ കാർഡിൽ നാരായണൻകുട്ടി എന്ന പേര് വെട്ടി തോമസ് എന്ന് എഴുതണം എന്ന് പറഞ്ഞാൽ റേഷൻ കടക്കാരൻ അത് ചെയ്തു തരില്ല. കുറച്ചും കൂടി വിശദമായി പറയുകയാണെങ്കിൽ മാമോദിസ വഴി പങ്കജാക്ഷി എന്ന പേര് മാറ്റി എലിസബത്ത് എന്ന പേരിട്ടാൽ പിന്നെ ക്രിസ്ത്യൻ രേഖകളിൽ മാത്രമേ എലിസബത്ത് എന്ന് ഉണ്ടാവുകയുള്ളൂ. സർക്കാർ രേഖകളിൽ പങ്കജാക്ഷി തന്നെയായിട്ട് തുടരും. പള്ളികളിൽ മാമോദിസ പേര് ഏതെങ്കിലും വിശുദ്ധന്മാരുടെ പേരുകൾ ആയിരിക്കും നൽകുക. അത് ചുമ്മാ തമാശയ്ക്ക് ഇട്ടുതരുന്നതല്ല. ഏത് വിശുദ്ധന്റെ പേരാണോ നിങ്ങൾക്ക് നൽകപ്പെടുന്നത് ആ വ്യക്തിയുടെ സുഹൃത ജീവിതം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുന്നതിനും ആ വിശുദ്ധനെ നിങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മധ്യസ്ഥനായി കാണപ്പെടുന്നതിനു വേണ്ടിയാണ്. കൂടാതെ വിളിപ്പേരും നൽകാറുണ്ട്. വിളിപ്പേരും ഏതെങ്കിലും ക്രൈസ്തവ ചായ്വ് ഉള്ളതായിരിക്കും. എൻ്റെ പള്ളിപ്പേര് അന്തോണി എന്നാണ്, വിളിപ്പേര് സിജോ എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ക്രിസ്ത്യാനികൾക്ക് നൽകപ്പെടുന്ന പേര് വെറും ഒരു പേരല്ല, അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മറ്റു മതങ്ങളിൽ നിന്നും ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്ന വ്യക്തികൾ മാമോദിസ കഴിഞ്ഞാൽ അന്ന് തന്നെ മാമോദിസ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടുപോയി ഗവൺമെൻറ് രേഖകളിൽ പേരും മതവും മാറ്റേണ്ടതിന് അപേക്ഷിക്കേണ്ടതാണ്. ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നത് ഏകദേശം 60 ദിവസം വരെ സമയം എടുത്തുകൊണ്ടാണ്. നമ്മൾ ഇപ്രകാരം ഗസറ്റിൽ പേര് പ്രസിദ്ധപ്പെടുത്തി നമ്മൾ നമ്മുടെ മതവും പേരും മാറ്റുമ്പോൾ അത് പിന്നീട് നമ്മൾ ഏതെങ്കിലും സർക്കാർ രേഖകൾക്ക് അപേക്ഷിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് ഇടയാവുകയില്ല. കുറച്ച് സമയം മെനക്കെട്ടാലും ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ ചെയ്തു വെക്കുക തന്നെ വേണം. ചില രേഖകളിൽ മാതാപിതാക്കളുടെ പേര് ചോദിക്കുന്ന കോളം ഉണ്ടായിരിക്കും. അവരുടെ മതം മാറിയിട്ടുണ്ടെങ്കിൽ മാത്രം പുതിയ പേര് ചേർക്കുക. അല്ല എങ്കിൽ നിലവിലെ പേര് ആ കോളത്തിൽ തന്നെ എഴുതുക. ചെറിയ ഒരു പ്രശ്നം മതം മാറ്റത്തിൽ ഉള്ളത് ചില മതവിഭാഗങ്ങളിൽ മറ്റ് മതങ്ങളിലേക്ക് പോയ ആളുകൾക്ക് പൂർവ്വ മതത്തിൽ വിശ്വസിക്കുന്ന മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ സ്വത്തിൽ അവകാശം ലഭിക്കുകയില്ല എന്നുള്ളതാണ്. മതം മാറുന്നത് എങ്ങനെ എന്ന് നോക്കാം. സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കിയ സത്യവാങ്മൂലം. ഇതിൽ മതം മാറുന്ന വ്യക്തിയുടെ പഴയ പേരും പുതിയ പേരും, പഴയ മതത്തിൻ്റെ പേരും പുതിയതായി സ്വീകരിക്കുന്ന മതത്തിൻ്റെ പേരും, ജനനതീയതി, വിലാസം, വയസ്സ്, മതം മാറ്റത്തിൻ്റെ കാരണം അഥവാ വിശ്വാസ പ്രഖ്യാപനം, പരപ്രേരണ കൂടാതെയാണ് സ്വന്തം ഇഷ്ടത്തിനാണ് മതം മാറുന്നതെന്ന് വ്യക്തമാക്കി രേഖപ്പെടുത്തേണ്ടതാണ്. മതം മാറ്റുന്ന കർമ്മം നിർവഹിക്കുന്ന മതസ്ഥാപനത്തിൻ്റെ അഥവാ പള്ളിയുടെ പേര്, അത് നിർവഹിക്കുന്ന അച്ഛൻ്റെയോ കാർമ്മികൻ്റെയോ പേര്, അത് നിർവഹിച്ച ദിവസം, ഏത് ദിവസമാണ് നമ്മൾ മാമോദിസ സ്വീകരിച്ചത് എന്നുണ്ടെങ്കിൽ ആ ദിവസം, കൂടാതെ മതം മാറുന്ന വ്യക്തിയുടെ പേരും ഒപ്പും ഒരു പബ്ലിക് നോട്ടറി വക്കീൽ സത്യവാങ്മൂലം സാക്ഷ്യപ്പെടുത്തുകയും വേണം. രണ്ടാമതായി മാമോദിസ സ്വീകരണത്തിന് ശേഷം മാമോദിസ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. മൂന്നാമതായി സ്വമേധയാ മതം മാറിയതിൻ്റെ വിവരങ്ങളും സത്യവാങ്മൂലവും മാമോദിസ സർട്ടിഫിക്കറ്റും സ്വയം സാക്ഷ്യപ്പെടുത്തിയ തിരിച്ചറിയൽ രേഖകളായ ആധാർ കാർഡ്, വോട്ടർ കാർഡ്, പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതും, സ്വയം സാക്ഷ്യപ്പെടുത്തിയ മേൽവിലാസം തെളിയിക്കുന്ന രേഖയായി റേഷൻ കാർഡോ അല്ലെങ്കിൽ വില്ലേജിൽ നിന്നും ഉള്ള രേഖയോ ഉൾപ്പെടെ അടുത്തിടെ എടുത്തിട്ടുള്ള 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മൊബൈൽ നമ്പറും സഹിതം സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിനായി അപേക്ഷിക്കേണ്ടതാണ്. ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഫീസിൻ്റെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് രസീത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്.
അടുത്ത കാര്യം പറയുന്നത്, ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത നടപടി നിങ്ങളുടെ മറ്റ് രേഖകളിൽ ഗസറ്റ് വിജ്ഞാപനത്തിൻ്റെ നമ്പറും കൂടി ഉൾപ്പെടെ സമർപ്പിച്ചുകൊണ്ട് പേരും മതവും മാറ്റുക എന്നുള്ളതാണ്. പ്രധാനമായും ആധാർ രേഖയിലും റേഷൻ കാർഡിലും വോട്ടർ രേഖയിലും നിർബന്ധമായും ഇത് ചെയ്തിരിക്കേണ്ടതാണ്. മതം മാറുന്നതിനുള്ള ക്രിസ്ത്യൻ നടപടിക്രമങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഏത് പള്ളിയിൽ വെച്ചാണോ മാമോദീസ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ പള്ളി ഇടവക വികാരിയെ കാര്യങ്ങൾ ധരിപ്പിക്കുക. ഇതിന് വികാരിയെ പരിചയമുള്ള ഏതെങ്കിലും പ്രേക്ഷിത പ്രവർത്തകനെയോ ആധ്യാത്മിക ശുശ്രൂഷകനെയോ സമീപിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് പഠിച്ച് ഒരുങ്ങുകയും കുമ്പസാരിച്ച് ഒരുങ്ങുകയും വേണ്ട കാര്യങ്ങൾ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, ക്രൈസ്തവ വിശ്വാസത്തിൽ മാമോദീസാർത്ഥി പൂർണ്ണ ബോധവാൻ ആണെന്ന് വികാരിയച്ഛന് ബോധ്യപ്പെട്ടാൽ വിശുദ്ധ കുമ്പസാരം നടത്തി കൊടുക്കുകയും പ്രവേശക കൂദാശകളായ മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന എന്നിവ നൽകുകയും ചെയ്യാം. നാലാമത്തെ കാര്യം, മാമോദീസയ്ക്ക് ശേഷം മാമോദീസ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. അഞ്ചാമത്തെ കാര്യം, പുതിയതായി ക്രിസ്ത്യൻ വിശ്വാസം സ്വീകരിച്ച വ്യക്തി എവിടെയാണോ താമസിക്കുന്നത് ആ ഇടവകയിൽ പേര് ചേർക്കുകയും വീട് നിൽക്കുന്ന ഭാഗത്തെ യൂണിറ്റിലോ സമുദായത്തിലോ കുടുംബ കൂട്ടായ്മയിലോ അംഗമാവുക. ആറാമത്തെ കാര്യം, സർക്കാർ ഗസറ്റിൽ മതം മാറിയതും പേര് മാറിയതും പ്രസിദ്ധീകരിക്കുന്നതിനായി മാമോദീസ സർട്ടിഫിക്കറ്റ് നൽകിയ വൈദികന്റെ സാക്ഷ്യപത്രം പള്ളിയുടെ ലെറ്റർ ഹെഡിൽ ഉള്ളത് വാങ്ങി സൂക്ഷിക്കുക. ഏഴാമത്തെ കാര്യം, മാമോദീസാർത്ഥി മാമോദീസയ്ക്ക് ഹാജരാക്കുന്ന സത്യവാങ്മൂലത്തിന്റെ കോപ്പി പ്രത്യേകം പള്ളിയിൽ ഫയലിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. എട്ടാമത്തെ കാര്യം, ഇടവകയുടെ ആത്മസ്ഥിതി പുസ്തകത്തിൽ പുതിയ വ്യക്തിയുടെ പേര്, ഫോട്ടോ, ജനന തീയതി, വിലാസം, മാമോദീസ, സ്ഥൈര്യലേപനം, ആദ്യ കുർബാന ഇവ സ്വീകരിച്ചതിൻ്റെ തീയതിയും ഇവ നൽകിയ വൈദികന്റെ പേരും എഴുതി ചേർക്കുക. ഒമ്പതാമത്തെ കാര്യം, പുതിയതായി ക്രൈസ്തവ മതത്തിൽ ചേർന്ന അംഗത്തിന് കുടുംബ കാർഡ് നൽകുക. പത്താമത്തെ കാര്യം, സമ്പൂർണ്ണ ബൈബിൾ, ജപമാല, കുടുംബ പ്രാർത്ഥന പുസ്തകം, അടിസ്ഥാന വേദപാഠ പുസ്തകം ഇവ സൗജന്യമായി പുതിയ അംഗത്തിന് നൽകുക. പറ്റുമെങ്കിൽ തിരുഹൃദയത്തിൻ്റെ ഒരു രൂപവും കൂടി നൽകുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ ഒരു വ്യക്തി ക്രിസ്ത്യാനിയായി മാറുകയുള്ളൂ. ക്രിസ്തു മാർഗം വേറെ, ക്രിസ്തു മതം വേറെ. ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം ഇത്രയും നേരം കേട്ടത്. ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.